ഹായ് ഹലോ നമസ്കാരം. PC3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള സൈക്കോളജിയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സൈക്കോളജിയിലെ ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകമേത്? കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ജനിതക കാരണങ്ങൾ, പോഷകാഹാരം, കുടുംബ വലിപ്പം, പരിപക്വത്വം അഥവാ മെച്യൂറേഷൻ. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഈ ചോദ്യം നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. സ്വാധീനിക്കാത്ത ഘടകം. ഇനി വേണമെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകം ഏത്, നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകം ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനിതക കാരണങ്ങൾ നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. പോഷകാഹാരം നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. മെച്യൂറേഷൻ നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യം നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നുള്ളതായത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുടുംബ വലിപ്പം അഥവാ ഫാമിലി സൈസ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ സി കുടുംബ വലിപ്പം അഥവാ ഫാമിലി സൈസ് ആണ് കുട്ടിയുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകമായി വരുന്നത്. മെച്യൂറേഷനും ന്യൂട്രീഷനും ജനറ്റിക്സും ഒക്കെ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഫാമിലി സൈസ് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായതേത്? പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, അതായത് പ്രതിഭാശാലികളായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റഡ് ചിൽഡ്രന് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് നൽകുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായത്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയത് ഏത് എന്നല്ല. അപ്പോൾ മനസ്സിലാക്കുക, ആർക്കാണ് പഠനാവസരം നൽകുന്നത്, ആർക്കാണ് കൂടുതൽ പഠനാവസരം നൽകുന്നത്, അതിലെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രതിഭാശാലികളായ കുട്ടികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെ, ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രന് സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രൊജക്റ്റുകൾ നൽകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അപ്രധാനമായത് ഏത് എന്ന ചോദ്യം. അപ്പോൾ ഇത് പ്രധാനമാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല, നമ്മൾ വെട്ടി. ഇനി 2, ചിന്തോദ്ദീപമായ അസൈൻമെൻറ്റുകൾ കൃത്യമായി നൽകുന്നു. അതായത് ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള അസൈൻമെൻറ്റുകൾ നൽകുന്നു. അത് ഗിഫ്റ്റഡ് ചൈൽഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രനെ സംബന്ധിച്ച് അവൻ്റെ ചിന്തയെ വിളിച്ചുണർത്തുന്ന തരത്തിലുള്ള അസൈൻമെൻറ്റുകൾ, അവന് ചാലഞ്ചിങ് ആയിട്ടുള്ള അസൈൻമെൻറ്റുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം അത് പ്രധാനമാണ്. ഇവിടെ ചോദ്യം അപ്രധാനം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ സി പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു. ഓപ്ഷൻ ഡി പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കുന്നു. അല്ലേ, പഠന നിലവാര റെക്കോർഡ് ഒരു അധ്യാപകൻ സൂക്ഷിക്കുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് അല്ല. അല്ലേ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണെങ്കിലും അല്ലെങ്കിലും പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഗിഫ്റ്റഡ് ചിൽഡ്രനെ സംബന്ധിച്ച് പഠന നിലവാര റെക്കോർഡ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലേ, അവൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അവനറിയാനും നമുക്കറിയാനും അല്ലേ, അതൊക്കെ ഒരു മോട്ടിവേഷനൊക്കെ വേണ്ടിയിട്ട് അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ തന്നതിലെ പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു, അത് അപ്രധാനമാണ്. കാരണം ആർക്കാ കൊടുക്കുന്നത്? ഗിഫ്റ്റഡ് ചിൽഡ്രനാണ്. അവനെ ലളിതവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? അവന് ഓൾറെഡി അത് ഈസി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ അപ്രധാനമായതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു, അത് അപ്രധാനമായ കാര്യമാണ്. അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രനെ സംബന്ധിച്ച് അവന് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം നൽകാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാഠ്യവസ്തു ലളിതവൽക്കരിക്കേണ്ട കാര്യമില്ല. അത് ഒന്നുകൂടി മുകളിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം: കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠനബോധന രീതിയാണ് ഏത്?
വ്യക്തി കേന്ദ്രീകൃത പഠനം, സഹകരണ പഠനം, സെമിനാർ അവതരണം, സാമൂഹ്യ നാടകം. എന്താ അവിടെ ചോദ്യം? കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠനബോധന രീതി. സാമൂഹ്യ നാടകമാണോ? സാമൂഹ്യ നാടകത്തിൽ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? വ്യക്തി കേന്ദ്രീകൃത പഠനമാണോ? അല്ല. വ്യക്തി കേന്ദ്രീകൃത പഠനമാണെങ്കിൽ സംഘമായി പ്രവർത്തിക്കേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ സെമിനാർ അവതരണമാണോ? പ്രൊജക്റ്റ് തയ്യാറാക്കുക പറയുമ്പോൾ സെമിനാർ അവതരണമാണോ? അല്ല. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ബി സഹകരണ പഠനമാണ്. ഓപ്ഷൻ ബി സഹകരണ പഠനമാണ്. കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിച്ച് പ്രൊജക്റ്റ് തയ്യാറാക്കുകയും അതിനുവേണ്ടി അത് ചെയ്യുന്ന പഠന ബോധന രീതിയാണ് എന്ത്? സഹകരണ പഠനം. എന്താണ് സഹകരണ പഠനം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഫലപ്രദമായ ബോധനം എന്നത്, ഫലപ്രദമായ ടീച്ചിങ് എന്നത് എന്താണ്? പഠന നേട്ടങ്ങൾ കൈവരിക്കൽ, അനുയോജ്യമായ പഠനാനുഭവങ്ങൾ ഒരുക്കൽ, പഠന തന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കൽ, മുകളിൽ കൊടുത്തിട്ടുള്ളതെല്ലാം. എന്താണ് ഇവിടെ ചോദ്യം? ഫലപ്രദമായ ബോധനം. പഠന നേട്ടങ്ങൾ കൈവരിക്കാനല്ലേ ഫലപ്രദമായ ബോധനം? അതെ. അനുയോജ്യമായ പഠനാനുഭവങ്ങൾ ഒരുക്കലല്ലേ ഈ ബോധനത്തിൻ്റെ ഉദ്ദേശം? ഫലപ്രദമായ ബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുയോജ്യമായ പഠനാനുഭവങ്ങൾ ഒരുക്കൽ തന്നെയല്ലേ? അതെ. പഠനതന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കൽ അല്ലേ ഫലപ്രദമായിട്ടുള്ള ബോധനം എന്ന് പറയുന്നത്? അതെ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം എന്നുള്ളതാണ് ശരി ഉത്തരം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫലപ്രദമായ ബോധനം എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ടൂള്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, റേറ്റിംഗ് സ്കെയില്. എന്താണ് ഇവിടെ ചോദ്യം? കുട്ടിയുടെ പഠന നേട്ടമാണ്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? ഏതായിരിക്കും? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണ്. അവൻ്റെ അഭിരുചി നോക്കാനാണ് ആപ്റ്റിറ്റ്യൂഡ്. അവൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശമല്ല എന്തെന്ന് പറയുന്നത് കുട്ടിയുടെ പഠന നേട്ടം. ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിൻ്റെ ലക്ഷ്യമല്ലാത്തതേത്? നിരന്തര വിലയിരുത്തലിൻ്റെ ലക്ഷ്യം എന്ത് എന്നല്ല ചോദ്യം. ലക്ഷ്യമല്ലാത്തത് ഏത്? കുട്ടിയെക്കുറിച്ച് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകുന്നതിന്. ഓപ്ഷൻ ബി പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് നന്നായി പഠിക്കാൻ ഉപദേശിക്കുന്നതിന്. ഓപ്ഷൻ സി പഠനബോധന പ്രക്രിയയുടെ ഫലപ്രാപ്തി കണ്ടെത്തുന്നതിന്. ഓപ്ഷൻ ഡി കുട്ടിയുടെ പഠന പ്രശ്നം കണ്ടെത്തുന്നതിന്. ഇവിടെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിൻ്റെ ലക്ഷ്യമല്ലാത്തത്. അപ്പോൾ കുട്ടിയുടെ പഠന പ്രശ്നം കണ്ടെത്തുന്നത് നിരന്തര വിലയിരുത്തലിൻ്റെ ലക്ഷ്യമാണ്. ഇവിടെ ചോദ്യം ലക്ഷ്യമല്ലാത്തതേത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി അല്ല. ഓപ്ഷൻ എ നോക്കാം. കുട്ടിയെക്കുറിച്ച് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകുന്നത് നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. ഓപ്ഷൻ ബി നോക്കാം. പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് നന്നായി പഠിക്കാൻ ഉപദേശിക്കുക. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടിയാണോ നിരന്തര വിലയിരുത്തൽ നൽകുന്നത്? മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനാണോ? അല്ല. പഠനബോധന പ്രക്രിയയുടെ ഫലപ്രാപ്തി കണ്ടെത്തുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് നന്നായി പഠിക്കാൻ ഉപദേശിക്കുക എന്നുള്ളതല്ല നിരന്തര വിലയിരുത്തലിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ലക്ഷ്യമല്ലാത്തത് ചോദിച്ചത് കൊണ്ട് തന്നെ ബാക്കി 3 എണ്ണം ലക്ഷ്യമായി വരുന്നു എന്നുള്ളത് കാരണം ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇങ്ങനെ വേണം സൈക്കോളജിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എടുക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം: സയൻസ് ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആധാരമായ സിദ്ധാന്തം ഏത്? ജ്ഞാനനിർമ്മിതിവാദം, ഫങ്ഷണലിസം, കോഗ്നിറ്റീവിസം, സ്ട്രക്ചറലിസം. അതായത് സയൻസ് ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനമാണ്, ജ്ഞാനനിർമ്മിതിവാദമാണ്. കണ്ണും പൂട്ടി നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം, അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. ഓപ്ഷൻ ഫിലിം സ്ട്രിപ്പ് പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. സ്മാർട്ട് ബോർഡ് പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. വീഡിയോ ക്ലിപ്പ്
പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. ഇവിടെ നോൺ പ്രൊജക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോർഡാണ് ശരി ഉത്തരം. ബ്ലാക്ക് ബോർഡ്, ഫിലിം സ്ട്രിപ്പ്, സ്മാർട്ട് ബോർഡ്, വീഡിയോ ക്ലിപ്പ്. ഇതിൽ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്, ബാക്കിയെല്ലാം പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. അതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അടുത്തത് ചർച്ചാരീതിയുടെ നേട്ടം എന്ത്? ചർച്ചാരീതിയുടെ നേട്ടം എന്ത്? ഓപ്ഷൻസ് നോക്കാം. വൈകാരിക സംഘർഷം ഉണ്ടാക്കുന്നു, മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം, പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം, അനാവശ്യമായ വാദപ്രതിവാദം ഉണ്ടാകുന്നു. ഇവിടെ ചർച്ചാരീതിയുടെ നേട്ടം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നേട്ടം എന്ത് അല്ലേ? ചർച്ചാരീതിയുടെ നേട്ടമല്ലാത്തത് എന്നല്ല, ചർച്ചാരീതിയുടെ നേട്ടം എന്ത്? പോസിറ്റീവ് ചോദ്യമായിട്ട് കണക്കാക്കിയാൽ മതി അല്ലേ? വൈകാരിക സംഘർഷം ഉണ്ടാക്കുന്നു, അതൊരു നേട്ടമാണോ? അല്ല. മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം, അത് നേട്ടമല്ലേ? നേട്ടമാണ്. പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം, അത് നേട്ടമാണോ? അല്ല, അതൊരു കോട്ടമാണ്. അനാവശ്യമായ വാദപ്രതിവാദം ഉണ്ടാകുന്നു, അതാണോ? അല്ല. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ചർച്ചാരീതിയുടെ നേട്ടം എന്ന് പറയുന്നത് മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തമാണ്. മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തമാണ്, അല്ലാതെ വൈകാരിക സംഘർഷം ഉണ്ടാക്കുകയോ അനാവശ്യമായ വാദപ്രതിവാദം നടത്തുകയോ ഏതെങ്കിലും 10 പേര് മാത്രം പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം മാത്രമോ അല്ല. മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തമാണ് ചർച്ചാരീതിയുടെ നേട്ടമെന്ന് പറയുന്നത്. ചർച്ചാരീതിയുടെ നേട്ടം എന്ന് പറയുന്നത് മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തമാണ്. അടുത്തത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? ചോദ്യം, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം എന്ന് പറയുന്നത് കഥ പറച്ചിലാണോ? കഥ പറച്ചിലിൽ സഹകരണം ഉണ്ടാവുമോ? ഇല്ല. ചർച്ചയിൽ സഹകരണം ഉണ്ടാവുമോ? ഇല്ല. സംഗീതത്തിൽ സഹകരണം ഉണ്ടാവുമോ? ഇല്ല. എന്ന കളികൾ സഹകരണം ഉണ്ടാവും അല്ലേ? ഒരു ടീമായിട്ട് 2 ടീമായിട്ട് തിരിക്കുക, ആ ടീമുകൾക്കിടയിൽ എന്ത് സഹകരണം ഉണ്ടാകുന്നു നിങ്ങൾക്ക് നോക്കുക അല്ലേ? ഓരോ ടീം അംഗങ്ങൾക്കിടയിലും. അപ്പോൾ സഹകരണം ഉണ്ടാവണമെങ്കിൽ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ ഏറ്റവും നല്ല രീതി കളികൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.